വാക്യം വായിച്ച് ആരംഭിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശെ മരിച്ചു. എന്റെ ദാസനായ മോശ മരിച്ചു. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയാം, ഷോർട്ട് മെസ്സേജ്. പഴയതിനെ വിടാതെ പുതിയതിനെ പിടിക്കാൻ പറ്റുകയില്ല. പഴയതിനെ ത്യജിക്കാതെ പുതിയതിലേക്ക് നമ്മൾ കയറാൻ പറ്റത്തില്ല. പല രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ കൂടി കടന്നുപോയി. താഴ്ചകൾ വന്നു, ഉയർച്ചകൾ വന്നു. ദൈവം പ്രാർത്ഥന കേട്ടു, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തന്നു. ചിലപ്പം ചില പ്രാർത്ഥനകൾ നിവർത്തിയായില്ല, പെൻഡിങ് ആണ്, വാഗ്ദത്തങ്ങൾ പെൻഡിങ് ആണ്. ഇനി നിവർത്തീകരിക്കാനുള്ള പല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. എങ്കിലും ഈ പഴയതിനെ ചിന്തിച്ച് പഴയതിനെ മുറുകെ പിടിച്ചോണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ആക്കണം. ഈ വേർപാടെന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റുകയില്ല. പഴയതിനെ വിടാൻ താല്പര്യമില്ല. പഴയതിനെ മുറുകെ പിടിച്ചോണ്ട് തന്നെ പുതിയതിലേക്ക് കയറുമ്പോൾ പഴയത് നമുക്ക് ത്യജിക്കാതെ പുതിയതിനെ പ്രാപിക്കാൻ പറ്റുകയില്ല. ഇന്ന് രാത്രി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, 23-ൽ കണ്ടതല്ല, 23-ൽ അനുഭവിച്ചതല്ല, 24-ാം ആണ്ടിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ചില പുതിയത് നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. എന്റെ ദാസനായ മോശ മരിച്ചു. യോശുവ മോശയുടെ ശിഷ്യനായി വളർന്നു വന്നവൻ, മോശയുടെ കൂടെ നടന്ന് അനുഭവത്തിൽ കൂടി നടന്നവനാണ്. മോശയെ വിട്ട് താൻ ഒരു കാര്യം ചെയ്യത്തില്ല. മോശ മരിച്ചു. പക്ഷെ യോശുവ മോശയിൽ നിന്ന് അകലാതെ അവൻ വീണ്ടും ദുഃഖിതനായി, അവൻ ജനത്തെ നടത്തേണ്ട കൽപ്പന ദൈവത്തിലിരുന്ന് ലഭിച്ചിട്ടും മുൻപോട്ട് പോകാതെ അവിടെ തന്നെ നിൽക്കുക. പറയാൻ അവന് പലതും ഉണ്ട്, ദുഃഖം അവന് പറയാനുണ്ട്. അവന് വേണമെങ്കിൽ പറയാം, എൻ്റെ നാഥൻ പോയി, എൻ്റെ ലീഡർ പോയി, എനിക്കതിന് കഴിവില്ല, എനിക്കങ്ങോട്ട് മുൻപോട്ട് പോകാൻ പറ്റുകയില്ല, എനിക്ക് ഈ ജനത്തെ നടത്താൻ പറ്റുകയില്ല. കാരണം മോശ അനുഭവിച്ച ആ ബദ്ധപ്പാടുകൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്, എന്നെ കൊണ്ട് ഒക്കുകയില്ല എന്നൊക്കെ ഒഴുകഴി പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുന്നത്, സ്തോത്രം, എന്റെ ദാസനായ മോശ മരിച്ചു. ഇന്നലത്തെ സിസ്റ്റമിൽ ഒതുങ്ങിപ്പോകരുത്, ഇന്നലത്തെ കാഴ്ചപ്പാടിൽ ഒതുങ്ങിപ്പോകരുത്. മുൻപോട്ട് പോകാൻ താല്പര്യമുള്ളവർ, അടുത്ത ലെവലിലേക്ക് വളരാൻ താല്പര്യമുള്ളവർ, അങ്ങനത്തെ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ ദൂതുള്ളത്. സ്തോത്രം. പഴയതിനെ മറക്കാതെ പുതിയത് ദൈവം ചെയ്യുകയില്ല. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ ഈ ഇന്നലകളുള്ള സിസ്റ്റം, ഇന്നലകളിൽ പഠിച്ചു വെച്ചത്, നമ്മൾ പാടിയത്, നമ്മൾ പ്രാർത്ഥിച്ച ആ ലെവൽ വിട്ട് അടുത്ത ലെവലിലേക്ക് എനിക്ക് ആത്മാർത്ഥമായിട്ട് എൻ്റെ കുടുംബം, ഞാനും എൻ്റെ കുടുംബം യഹോവയെ സേവിക്കും, അടുത്ത ലെവലിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം പിശാച് കേൾക്ക് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പിശാച് കേൾക്ക് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഒന്നാമത്തെ ആക്ടാണ്, പ്രവർത്തനമാണ് പ്രോസസ്സിങ്. അടുത്ത ലെവലിലേക്ക് ഉള്ളതിനെ സ്വാധീനം ചെയ്യുക. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, എൻ്റെ ദാസനായ മോശ മരിച്ചു, അതുകൊണ്ട് യോശുവേ ഇനി എനിക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റുകയില്ല എന്നല്ല പറയുന്നത്. നീ ഇരിക്കുന്ന ഇരിപ്പെടുത്തരുത്, എഴുന്നേൽക്കണം.
എഴുന്നേൽക്കണം. ഇന്ന് രാത്രി ചിലർ ഇരുന്നു പോയവരോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നത്, നീ ഒന്ന് എഴുന്നേൽക്കണം, നീ എഴുന്നേൽക്കണം, കൊടഞ്ഞ് എഴുന്നേൽക്കണം. പഴയതിനെ പാടിക്കൊണ്ടിരിക്കരുത്. ഇമോഷണലായിട്ട് അനേകരെ നീ വേണമെങ്കിൽ വശീകരണം ചെയ്യുക. ഇമോഷണലായിട്ട് കഥ പറഞ്ഞ്, സ്റ്റോറി പറഞ്ഞ്, ദുഃഖം പറഞ്ഞ്, ഇന്നലകളോട് ചരിത്രങ്ങൾ പറഞ്ഞ് നിന്റെ സമയം വേസ്റ്റ് ചെയ്യാനല്ല. ഒരു തീരുമാനം എടുക്കണം. എന്റെ ജീവിതം ഇങ്ങനെ പോകാനുള്ളതല്ല. അടുത്ത ലെവലിലേക്ക് ഞാനും എന്റെ കുടുംബം ഞങ്ങൾ കയറും. ദൈവത്തിന്റെ വചനം പറയുന്നു, മത്തായി സുവിശേഷം 9:17 ഇങ്ങനെ പറയുന്നു. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 17-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാനില്ല. പകരുന്ന പഴയ തുരുത്തി ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം പുതിയത് ചെയ്യണമെങ്കിൽ നിന്റെ തുരുത്തി ഒന്ന് പുതുക്കണം. Somebody shout a change. ഒരു വ്യത്യാസം വേണം. സ്വത്രം സ്വത്രം. ഈ നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലൊക്കെ പറയുകയാണെങ്കിൽ ഈ കമ്പ്യൂട്ടറിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇത്ര GB എന്നുണ്ട്. 40 GB, 80 GB, 250 GB, 500 GB, 1 TB, ഇങ്ങനെയൊക്കെ അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് ഒത്തവണ്ണം അത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. അത് എന്ത് സേവ് ചെയ്താൽ അത് പോരട്ടെ 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 എന്ന് പറയും. സ്വത്രം. അതിൻ്റെ കപ്പാസിറ്റി തീർന്ന അത് പറയും സ്വത്രം സ്വത്രം. അത് പറയും ഡാറ്റ ഫുൾ ഇല്ല, മെമ്മറി ഫുൾ, ഡിലീറ്റ് സം ഫയൽസ്. സ്വത്രം. ഡിലീറ്റ് സം ഫയൽസ്. ചില ഫയലുകൾ ഡിലീറ്റ് ചെയ്യണം. അത് സമ്മതിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. യേശു കർത്താവ് പറഞ്ഞതാ, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാൻ പറ്റുകയില്ല. ആ വാക്യം ഒന്ന് വായിച്ചേ. മത്തായി 9:17 പെട്ടെന്ന് വായിച്ചോ. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ്. പകർന്ന എന്നാവും? തുരുത്തി പൊളിഞ്ഞ്. തുരുത്തി പൊഴിയും. സ്വത്രം. തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞു ഒഴുകി പോകും. വീഞ്ഞ് വേസ്റ്റായി പോകും. തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകർന്നു വെക്കാവൂ. സ്വത്രം. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ദൈവം പകരത്തുള്ളൂ. മൈൻഡ് സെറ്റ് ചേഞ്ച് ആയ ദൈവം നിനക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യും. അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. പഴയതിനെ ചൊല്ലി കരഞ്ഞ് നിൽക്കാനുള്ളതല്ല, പുതിയത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ആമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുന്നു, ഒന്നാമത്തതിനെ നീക്കിക്കളയാതെ രണ്ടാമത്തതിനെ ദൈവം സ്ഥാപിക്കുകയില്ല. ഒന്നാമത്തത് നീക്കാതെ രണ്ടാമത്തത് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. നിങ്ങൾക്ക് പഴയത് വേണോ? പിടിച്ചു വെച്ചോണ്ട് അവിടെ ഇരുന്നു. പഴയ സ്റ്റോറി പറയണോ? പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുക. പഴയ കഥ പറയണോ? പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുക. പക്ഷെ രണ്ടാമത് ദൈവം സ്ഥാപിക്കണമെങ്കിൽ നീ ഒന്നാമതിനെ മാറ്റിക്കളയണം. സ്വത്രം. പഴയതിനെ മാറ്റണം. 10:9. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ഒന്നാമത്തതിനെ നീക്കി രണ്ടാമത്തതിനെ സ്ഥാപിക്കാൻ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. ഒന്നാമത്തത് നീക്കിക്കളയാൻ മനസ്സിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പലർക്കും പല അനുഭവങ്ങൾ കൂടി കടന്നുപോയവരാ. കയ്പിൻ്റെ വേര് പലപ്പോഴും നമ്മുടെ അകത്ത് ആഴത്തിൽ ഇറങ്ങി പതിയിരിക്കുക. ഇന്ന് രാത്രി ആ കയ്പിൻ്റെ വേരൊന്ന് മാറ്റട്ടെ. മാറ്റാൻ പറ്റുമോ? യേശുവിൻ്റെ നാമത്തിൽ വിട്ട് പുറത്തു വരാൻ പറ്റുമോ? രണ്ടാമത്തത് എനിക്കൊന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ സ്ഥാപിക്കണമെങ്കിൽ അതിന് ആദ്യം നിങ്ങൾ ഒരുങ്ങണം. നിങ്ങൾ തീരുമാനമെടുക്കണം. പുതിയ തുരുത്തിയായി ദൈവത്തിലിരുന്ന പുതിയ വീഞ്ഞ് എന്ന് പറഞ്ഞ പുത്തൻ അഭിഷേകം ഞാൻ പ്രാപിച്ചെടുക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ.